ദിശകളിൽ ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതൊരു രാജഭരണമായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ ചിന്താഗതിയോ അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ആ ഒരു നിലപാടിൽ ഉറച്ചുകൊണ്ടോ ഒന്നുമല്ല. അപ്പൊ അവർ ഏത് രാജാക്കന്മാരുടെ ഭരണവും അങ്ങനെ തന്നെയാണ്. ഓരോ രാജ്യത്തും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെയാണ് രാജ്യത്തിന്റെ വികസന ആ ഒരു സംഭവങ്ങളൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ പൊളിക്കപ്പെടുകയും പിന്നീട് അത് ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് വന്നപ്പോൾ പിന്നീട് അത് നിർമ്മിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഔറംഗസീബ് എന്ന് പറയുന്ന ആ ഒരു രാജാവിനെ മാത്രം ഉന്നയിച്ചാണ് ഈ ഇന്ത്യയിലെ ഇത്തരം വിഷയങ്ങൾ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഔറംഗസീബിന്റെ ചരിത്രത്തിൽ തന്നെ ഈ വിഷയങ്ങൾ കാണുന്നുണ്ട് എന്ന് സത്യം തന്നെയാണ്. അതിനുശേഷം രാജകുമാരനുമായുള്ള പിന്നീട് ബഹദൂർ ഷാ ഒന്നാമൻ എന്നറിയപ്പെട്ടു കാര്യമായ വെല്ലുവിളികളും സംഘർഷങ്ങളും കൊണ്ട് അടയാളപ്പെടുത്തി ആത്യന്തികമായി ആസം ഷായുടെ ഭരണം താരതമ്യേന ഹ്രസ്വമായിരുന്നു. 1707 മുതൽ 1708 വരെ നീണ്ടുനിന്നു. ആഭ്യന്തര കലഹങ്ങളും ബാഹ്യ ഭീഷണികളാലും അദ്ദേഹത്തിന്റെ ഭരണം തകർന്നു. ഒടുവിൽ മുഗൾ സിംഹാസനത്തിനായുള്ള യുദ്ധത്തിന്റെ ബഹദൂർ ഷാ ഒന്നാമൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. ഔറംഗസീബിന്റെ മറ്റൊരു പുത്രനായിരുന്നു ഷഹ്സാദ അക്ബർ എന്നറിയപ്പെടുന്ന മുഹമ്മദ് അക്ബർ. 1657 ജനിച്ച അദ്ദേഹത്തിന് ജ്യേഷ്ഠനായ അസം ഷായെ അപേക്ഷിച്ച് താരതമ്യേന സംഭവ ബഹുലത കുറവായിരുന്നു. ഔറംഗസീബിന്റെ ഭരണത്തിന്റെ പിന്നീടുള്ള വർഷങ്ങളെ അടയാളപ്പെടുത്തിയ അധികാര തർക്കങ്ങളിൽ മുഹമ്മദ് അക്ബർ സജീവമായി പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം കൂടുതൽ ഏകാന്തത ജീവിതം നയിച്ചു. സിംഹാസനത്തിൽ കയറിയില്ല. 1667 ജനിച്ച മുഹമ്മദ് കാം ബക്ഷ് ഔറംഗസീബിന്റെ പ്രമുഖ പുത്രന്മാരിൽ ഇളയവനായിരുന്നു. തന്റെ സഹോദരൻ അക്ബറിനെ പോലെ പിന്തുടർച്ച അവകാശ തർക്കങ്ങളിൽ കാംബക്ഷ് കാര്യമായ പങ്കുവഹിച്ചില്ല. മുഗൾ കൊട്ടാരത്തിലെ രാഷ്ട്രീയ കുതന്ത്രങ്ങളിൽ നിന്ന് അകന്ന് ജീവിതം നയിച്ചു. അതോടെ ഈ ഭരണ സംവിധാനം തന്നെ തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോ ഇവിടെ നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പല ആളുകളും പല രൂപത്തിലാണ് ഓരോ വിഷയങ്ങളും എടുത്തു പറയുന്നത്. ഇപ്പോ കേരളത്തിന്റെ ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാം. ഇവിടെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുമ്പോൾ മറ്റൊരു നാട്ടിൽ, അതായത് ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്റ്റേറ്റിൽ ഒരു ജില്ലയിൽ ഇരുന്നു കൊണ്ട് ഒരു സ്വാമി ഭയങ്കരമായിട്ടുള്ള ഒരു സംസാരമാണ് ഉണ്ടായത്. ആ വ്യക്തിയുടെ പേര് ഞാൻ മറന്നുപോയി. എന്നിരുന്നാലും ആ വ്യക്തിയുടെ വാക്കുകളിൽ നിന്ന് വരുന്നതൊക്കെ വിഷം തുപ്പുന്നതായിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. അപ്പോ ഇങ്ങനെ കാലം സഞ്ചരിക്കുന്നതിനനുസരിച്ച് ഓരോ ഭരണ സംവിധാനങ്ങളും ആ ഭരണ സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള, അവർ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിയമങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ആ നിയമം കയ്യിലെടുത്തുകൊണ്ട് അവർ ചെയ്യുന്നതായിട്ടുള്ള പേക്കുത്തുകൾ ജനങ്ങൾ കണ്ടിരുന്നോ, അതല്ലെങ്കിൽ ജനങ്ങൾ നിശബ്ദത പാലിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി നിൽക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതി തന്നെയാണ്. ഇപ്പോ ആ സ്വാമി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രം മതി, ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്, ഇന്ത്യയിൽ ഉള്ള എല്ലാ സംഭവങ്ങളും അത് ഹിന്ദുക്കളുടേതാണ്, ഇവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും യാതൊരുവിധ അവകാശവുമില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അന്ന് വഖഫ് ബോർഡിന്റെ വിഷയമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ, ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാടിന്റെ ഭരണ സിസ്റ്റങ്ങൾ തകിടം മറിക്കാൻ വേണ്ടി നോക്കിയ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഇപ്പോൾ അതിനും ഒരു പരിഹാരമായി മാറിയിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ ഇനി ക്രിസ്ത്യാനികളും വേണ്ട എന്നുള്ള ആ ഒരു ക്രിസ്ത്യാനികളും വേണ്ട എന്ന ഉറച്ച നിലപാടോടു കൂടിയാണ് ആ ഒരു സ്വാമി ഇന്ന് വിഷം തുപ്പിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ വേണ്ട, മുസ്ലിങ്ങളും വേണ്ട, എന്നോട് ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ
എന്റെ അരികിൽ വരണം എന്നാണ് സ്വാമി പറയുന്നത്. നിങ്ങൾ വാളെടുത്താലും കുന്തമെടുത്താലും കല്ലെടുത്താലും എന്നോട് നേർക്ക് നേർ മുട്ടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ എന്റെ അടുക്കൽ വരണം എന്ന് സ്വാമി പറയുന്നു. അപ്പോ ഇത് വൈറലായിട്ടുള്ള ഒരു വീഡിയോയാണ്. ആ വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇത് ഇന്ത്യയിൽ വലിയ രൂപത്തിൽ തന്നെ ഒരു കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല. അപ്പോ ഔറംഗസീബിന്റെ കാലഘട്ടങ്ങളിൽ പൊളിക്കപ്പെട്ട ഈ അമ്പലങ്ങൾ, ആ അമ്പലങ്ങളുടെ അവശിഷ്ടങ്ങൾ എടുത്ത് പിന്നീട് പള്ളികൾ നിർമ്മിക്കുമ്പോൾ അതിന്റെ മിമ്പറങ്ങളിൽ, അതുപോലെ തന്നെ അതിന്റെ കൂറ്റൻ മതിൽക്കെട്ടുകളിലൊക്കെ ആ എന്താ പറയാ ബിംബങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോ ഔറംഗസീബിന്റെ കാലഘട്ടങ്ങളിൽ അന്ന് വലിയ ആ ഒരു ഇന്ന് നമ്മൾ പിക്കപ്പ് പോലെയുള്ള സംഭവങ്ങളിൽ ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി ആ വാഹനത്തിൽ കൊണ്ടുപോയിട്ടാണ് ഈ പള്ളികളൊക്കെ നിർമ്മിച്ചത് എന്ന് പറയുന്നു. ഇങ്ങനെ കാലങ്ങൾ സഞ്ചരിക്കുന്നതിനനുസരിച്ച് വെട്ടിപ്പിടിക്കുന്ന മനുഷ്യന്റെ ഈ ഒരു മതഭ്രാന്ത് എത്ര കാലത്തോളം നീണ്ടു നിൽക്കും എന്നുള്ളത് ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ നിന്നും ഈ കാലഘട്ടം വരെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര കാലം ഈ ഒരു സംഭവം നിലനിൽക്കും എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ കൂടുതൽ കാലം ഒരു സംഭവം ഇന്ത്യയിൽ അവശേഷിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഉണ്ടാക്കുന്നതായിട്ടുള്ള അതല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചതായിട്ടുള്ള എല്ലാ പുരാതന വസ്തുക്കളും ഇന്ന് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ ഹിന്ദുക്കൾ മതി, ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെ മാത്രം ഒരു ഭാഗത്തേക്ക് തിരിച്ച് അവർ ഒരു വലിയ രൂപത്തിൽ തന്നെ അവരുടെ ജനസംഖ്യ വലിയ രൂപത്തിലാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഭൂരിപക്ഷം അവരുടെ ഭാഗമാണ്. ഭൂരിപക്ഷമില്ലാത്ത മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യയിൽ വേണ്ട, അതല്ലെങ്കിൽ ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടി ഇവർ തന്ത്രപൂർവ്വം ശ്രമിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു കാലം വലിയൊരു കലികാലമായി മാറാൻ തന്നെയാണ് സാധ്യത. പള്ളികൾക്കിടയിൽ ഇല്ലാത്ത വിഗ്രഹങ്ങളും ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ടെത്താൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നു കൊണ്ടിരിക്കുമ്പോഴാണ് നാം മറക്കാൻ പാടില്ലാത്ത ചില ചരിത്ര സത്യങ്ങൾ. പ്രധാനപ്പെട്ടതാണ് ക്ഷേത്ര പ്രവേശനത്തിനായി നടന്ന സമരങ്ങൾ. അന്ന് ക്ഷേത്രത്തിലേക്കെന്നല്ല, ക്ഷേത്രത്തിനടുത്തുള്ള റോഡിൽ പോലും പ്രവേശിക്കാൻ അവകാശമില്ലാതിരുന്ന ജനവിഭാഗങ്ങൾ കൂട്ടുപിടിച്ചാണ് സംഘപരിവാർ ഇപ്പോൾ പള്ളികൾക്കു നേരെ നീങ്ങുന്നതെന്നിരിക്കെ പ്രത്യേകിച്ചും നാം അക്കാര്യങ്ങൾ സമൂഹത്തെ ഓർമ്മിപ്പിച്ചേ പറ്റൂ. രാജ്യത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയവരും പങ്കാളികളും ആയവരും സാക്ഷികളായവരും മൺമറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെറും 7 പതിറ്റാണ്ടുകൾക്കപ്പുറമുള്ള തൊട്ടുകൂടായ്മകളുടെയും തീണ്ടിക്കൂടായ്മകളുടെയും കഥകൾ നാം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത്തരത്തിലൊരു സമരത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളാണ് ഇന്നലെ നമ്മെ വിട്ടുപിരിഞ്ഞ തൃപ്പുണിത്തുറ കോട്ടപ്പുറത്ത് കെ കൃഷ്ണൻ. തൃപ്പുണിത്തുറ ബോയ്സ് സ്കൂൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൊച്ചി ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് പിന്നാലെ സഹപാഠികളായ പത്മാക്ഷന്, കുഞ്ഞപ്പന്, തങ്കപ്പന് എന്നിവരോടൊപ്പം കൃഷ്ണന് തൃപ്പുണിത്തുറയിലെ പൂർണ്ണശ്രൈശ ക്ഷേത്രത്തിലെ പ്രവേശിച്ചു. ക്ഷേത്രത്തിന്റെ സമീപത്തെ റോഡിൽ മാത്രമല്ല, തൃപ്പുണിത്തുറയിലെ സ്റ്റാച്യു ജംഗ്ഷനിൽ പോലും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ 1947 ഈ പാവങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ലെന്നത് ഇത്തരുണത്തിൽ നാം ഓർക്കണം. 1936 തിരുവിതാംകൂറിലെ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതെങ്കിൽ കൊച്ചിക്കാരതിന് 1947 ഡിസംബർ വരെ കാത്തിരിക്കേണ്ടി വന്നു. ഈ വിളംബരത്തിന് നിന്ന് പക്ഷേ പൂർണ്ണ ത്രൈസ ക്ഷേത്രത്തെ ഒഴിവാക്കിയിരുന്നു. അന്ന് കിഴക്കേ കോട്ടയിലെ സ്കൂളുകളിലേക്കുള്ള വഴികളിൽ ഉപയോഗിക്കാൻ പോലും ദളിതർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ പിൻവശത്ത് കോട്ടപ്പുറത്താണ് താമസിച്ചിരുന്നതെങ്കിലും കൃഷ്ണൻ ഉൾപ്പെടെയുള്ള കുട്ടികളെല്ലാം സ്കൂളിൽ പോയിരുന്നത് മറ്റു വഴികളിലൂടെയായിരുന്നു. സ്കൂളുകളിൽ തന്നെ വലിയ വേർതിരിവുകൾ, വിവേചനങ്ങളുമാണ് അവർ അനുഭവിച്ചിരുന്നത്. അവരെ പ്രത്യേക ക്ലാസ് മുറികളിൽ സജ്ജീകരിച്ച് മാറ്റി നിർത്തി. ക്ഷേത്രത്തിന്റെ അടുത്തുകൂടെ പോവാൻ പാടില്ലാത്തതിനാലാണ് അല്പം
കഠിനമേറിയതായിരുന്നെങ്കിലും കോട്ടപ്പുറത്തെ പുഴ കടന്ന് താലൂക്ക് ആശുപത്രിക്ക് പിന്നിലൂടെ അന്ധകാരത്തോട് കടന്ന് അവര് സ്കൂളിൽ പോയി. ഇതിനിടയിലാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തെക്കുറിച്ച് കൃഷ്ണൻ അടക്കമുള്ള 4 സംഘം അറിയുന്നത്. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര വാതിലിലൂടെയാണ് അവർ ക്ഷേത്രത്തിനകത്ത് കടന്നത്. ഇവരെ കണ്ട ഉടൻ അയിത്തം ഭയന്ന് ഉയർന്ന ജാതിക്കാർ ഓടിമാറി. അന്നോളം ക്ഷേത്രത്തിനടുത്തുള്ള വഴിയിലൂടെ പോലും നടക്കാൻ അനുവാദം ഇല്ലാതിരുന്നവർ ക്ഷേത്രത്തിനകത്ത് കടന്നത് അവർക്ക് സഹിക്കാനായില്ല. എന്നാൽ ക്ഷേത്രത്തിന്റെ വരവായിരുന്നതിനാലാണ് പൂർണ്ണ ത്രൈസ ക്ഷേത്രത്തിലും പറവെക്കാൻ ദളിതർക്ക് പറ്റുമായിരുന്നു. ഏരൂര് പിഷാരിക്കോവിൽ കിഴക്കുഭാഗത്തായിരുന്നു പറവെക്കാൻ അവർക്ക് അനുവാദം ലഭിച്ചിരുന്നത്. എന്നാൽ അവർ പറ എഴുന്നള്ളിപ്പ് കാണാൻ നിൽക്കാൻ പാടില്ലായിരുന്നു. എഴുന്നള്ളിപ്പ് വരുമ്പോൾ അവർ നോക്കെത്താ ദൂരത്ത് ഓടിമറിയണം. ഈ ഒരു സാമൂഹിക ചുറ്റുപാടിനിടയിലായിരുന്നു കൃഷ്ണന്റെയും കൂട്ടുകാരുടെയും ഐതിഹാസികമായ ക്ഷേത്രപ്രവേശനം എന്നത് ആ പോരാട്ടത്തെ കൂടുതൽ മഹത്തരമാക്കുന്നു. കല്ലുവെച്ചുകാട് നടന്ന കർഷക തൊഴിലാളി സമരത്തിലും അദ്ദേഹം നേതൃപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. കോട്ടപ്പുറത്തെ കർഷക തൊഴിലാളികളായ കുമാരന്റെയും മാധവിയുടെയും മക്കളിൽ മൂത്ത മകനാണ് കൃഷ്ണൻ. CPMന്റെ സജീവ പ്രവർത്തകനായി മാറിയ കൃഷ്ണൻ കർഷക തൊഴിലാളി യൂണിയൻ തൃപ്പൂണിത്തുറ വില്ലേജ് സെക്രട്ടറി, CPM കോട്ടപ്പുറം ബ്രാഞ്ച് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അപ്പോ മുൻകാലങ്ങളിൽ അയിത്തം പറഞ്ഞിരുന്ന ആളുകൾക്കിടയിൽ ഇടിച്ചു കയറി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മേൽജാതിക്കാരെ, ആ മേൽജാതിക്കാരുടെ ഇടയിലേക്ക് ഈ പറയുന്ന കീഴ്ജാതിക്കാർ ചെന്ന ആ ഒരു ചരിത്രമാണ് കൃഷ്ണന്റേത്. അപ്പോ അവർ മൺമറഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ RSS അതല്ലെങ്കിൽ BJP കൂട്ടുപിടിച്ച്